സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ 3 10 വിഭജിച്ച് പകുത്തു തന്ന പരിശുദ്ധ പ്രവാചകൻ അവസാനത്തെ 10 നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. അത്ഭുതത്തിൽ മഹാത്ഭുതം എന്ന് പറയട്ടെ, പരിശുദ്ധമായ റമളാനിന്റെ കഴിഞ്ഞുപോയ 20 ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞുപോയത് എന്നതിനെ പറ്റി ഒരു വിശകലനം നടത്തിയിട്ട് സഹോദരങ്ങളെ, ഒരു എത്തും പിടിയും സത്യത്തിൽ കിട്ടുന്നില്ല. എത്ര പെട്ടെന്നാണ് ദ്രുതഗമനം നടത്തി ഈ പുണ്യമാസം നമ്മോട് വിട പറഞ്ഞത്. ഇനി അവശേഷിക്കുന്നത് ഏതാനും 9 ദിവസങ്ങൾ മാത്രമാണ്. ഈ 9 ദിവസങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരുമിച്ച് കൂട്ടിയ, സ്വായത്തമാക്കിയ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള സമയമായി ഈ 9 ദിവസത്തെ നാം കാണണം. വളരെ ചുരുങ്ങിയ, അങ്കുലീപരിമിതമായ ദിവസങ്ങളും നിമിഷങ്ങളും മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കാം. രാജ്യം അപ്പാടെ ഭീതിയിലാണ്. കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് എപ്പോഴാണ് കടന്നു വരിക, എപ്പോഴാണ് എൻ്റെ ആന്തരിക അവയവങ്ങളെയോ ലെൻസിനെയോ ശ്വാസകോശത്തിനെയോ ഹൃദയത്തിനെയോ ഒക്കെ ബാധിക്കുക? മരണം കൊറോണയുടെ രൂപത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മത പുലർത്തുന്നതിനും സൂക്ഷിക്കുന്നതിനും പുറത്തിറങ്ങാതിരിക്കുന്നതിനും അകലം പാലിക്കുന്നതിനും ഒക്കെ ആയിരിക്കാമല്ലോ. സഹോദരങ്ങളെ, കൊറോണ ബാധിച്ച് മരിക്കാനുള്ള സാധ്യതയേക്കാൾ 99% സാധ്യത കൂടുതലാണ് സാധാരണ മരണത്തിന് എന്ന് മനസ്സിലാക്കുക. രോഗം വരാം, മരണത്തിന് കീഴടങ്ങിയേക്കാം. പക്ഷേ രോഗം കൊറോണ വന്നില്ലെങ്കിലും മരിക്കും എന്ന കാര്യത്തിൽ ഇന്ന് വരെ ഒരാൾക്കും സംശയമില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്റെ അടുക്കൽ വരികയുണ്ടായി. പരിശുദ്ധ പ്രവാചകൻ എന്നെ വിളിച്ചു, യാ അബാ ഹുറൈറ ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ആ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകി. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് കാര്യം പറഞ്ഞില്ല, എന്റെ തോളിൽ പിടിച്ചു. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സ്നേഹനിർഭരമായ സ്വരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് ചോദിക്കുകയുണ്ടായി, അബൂ ഹുറൈറ, എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരിക, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, ഞാൻ ചില അത്ഭുതങ്ങൾ കാണിച്ചു തരാം നിനക്ക്. സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സമ്മതിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നടക്കുകയുണ്ടായി. അദ്ദേഹം ആ തിരുവചനത്തിൽ, ഹദീസിൽ വിവരിക്കുന്നത് കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോയത് മദീനയിൽ പൊതുജനങ്ങളെ സംസ്കരിക്കുന്ന ശ്മശാനത്തിലേക്കായിരുന്നു, ഖബർസ്ഥാനിലേക്കായിരുന്നു. പ്രവിശാലമായി കിടക്കുന്ന ലക്ഷോപലക്ഷക്കണക്കിന് ജനങ്ങളെ ഖബറടക്കിയ ആ വലിയ ശ്മശാന ഭൂമിയിൽ അതിന്റെ ഒത്ത മധ്യം എത്തുന്നതുവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെയും കൊണ്ട് നടക്കുകയുണ്ടായി. അവിടെ ചെന്ന് നിന്നു. മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ അരുണകിരണങ്ങൾ ഞങ്ങളുടെ ഉച്ചയിൽ പതിച്ച് വിയർത്തൊലിച്ച് സഹോദരങ്ങളെ, ആ ഭൂമിയിൽ ഞാൻ നിൽക്കുമ്പോ അതിന്റെ പല ഭാഗങ്ങളിലായി അങ്ങിങ്ങായി കൈകാലുകളുടെ അസ്ഥിയും തലയോട്ടികളും മനുഷ്യന്റെ അസ്ഥിപഞ്ജരങ്ങൾ ചിന്നി ചിതറി കിടക്കുന്നതായി അവിടെ കിടക്കുന്നു. അത്ഭുത പരതന്ത്രനായി
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അവിടുന്ന് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മഹാനായ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, യാ അബാ ഹുറൈറ, ഈ കിടക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ, എല്ലിൻ കഷ്ണങ്ങൾ, തലയോട്ടികൾ ആരുടേതാണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ മറുപടി പറഞ്ഞു, അബൂ ഹുറൈറ, ഈ കിടക്കുന്ന തലയോട്ടികളിൽ, ഈ കിടക്കുന്ന മനുഷ്യാസ്ഥികളിൽ രാജാവിൻ്റെതുണ്ട്, പ്രജയുടേതുണ്ട്, ഭരണാധികാരിയുടേതുണ്ട്, ഭരണീയന്റേതുണ്ട്, പാവപ്പെട്ടവന്റേതുണ്ട്, മുതലാളിയുടേതുണ്ട്, തൊഴിലാളിയുടേതുണ്ട്, കറുത്തവന്റെയും വെളുത്തവന്റെയും രാജാവിന്റെയും ചെരുപ്പ് കുത്തിയുടേതുമുണ്ട്. ആ കിടക്കുന്ന തലയോട്ടിയും ആ കാണുന്ന ഖബറും ഇന്ന കാലത്ത് ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഐന അബ്നാഇൽ മുലൂക് അന ഹാദിമിൽ ലദ്ദാത്ത്, എവിടെ രാജാധികാരം, എവിടെ ഭരണം, എവിടെ സാമ്പത്തിക ശേഷി, എവിടെ അനുയായികൾ, എവിടെ ആൾബലം, എവിടെ തന്ത്രങ്ങൾ, എവിടെ കുതന്ത്രങ്ങൾ, എവിടെ നീ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിന്റെ അഭിവൃദ്ധികൾ, നിനക്ക് വേണ്ടി റാൻ മൂടിയിരുന്നവരും എന്തും ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന അനുയായികളും ഇന്നെവിടെ പോയിരിക്കുന്നു? കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ എല്ലാവരെയും അടക്കം ചെയ്യുന്ന ശ്മശാന ഭൂമിയിൽ, സഹോദരങ്ങളെ, കാലികൾ മേയുന്ന സ്ഥലങ്ങളിൽ നീ അധികാരം, ഗർവ്, അഹങ്കാരം ഇതെല്ലാം പുലർത്തിയിരുന്ന നിന്റെ ശരീരത്തിൽ കാലികൾ ചവിട്ടി മേഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇന്ന് ഇവിടെ നിന്ന് ഞാനും നീയും പുറപ്പെട്ടാൽ നിന്റെ ശരീരത്തിൽ നീ ധരിച്ചിരിക്കുന്ന നിന്റെ ഉടുപ്പിന്റെ, നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കിനെ നീ അഴിക്കുമോ, അതല്ല മറ്റാരെങ്കിലും അഴിക്കേണ്ട അവസ്ഥാന്തരമാണോ ഉള്ളത് എന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട്. അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനെ അംഗീകരിക്കാൻ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ, അള്ളാഹുവിനോട് അവന്റെ കരുണയെ അർത്ഥിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഇവിടെ നിന്ന് അത് ചോദിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വളരെ വിചിത്രമായ ഒരു കാര്യം അതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ കൂട്ടിക്കൊണ്ടുപോയ സഹാബി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹമാകട്ടെ അഹ്ലുസ് സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അഥവാ ആരെങ്കിലും എന്തെങ്കിലും ദാനമായി കൊടുക്കുന്നതിനെ മാത്രം കഴിച്ച് മദീന പള്ളിയുടെ ഓരത്ത് അതിന്റെ വരാന്തയിൽ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറു സംഘം. ആ ചെറു സംഘത്തിന്റെ നേതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. സ്വന്തമായി വീടില്ല, സ്വന്തമായി പാർപ്പിടമില്ല, വസ്ത്രമില്ല, സ്വന്തമായി സമ്പാദ്യങ്ങൾ ഏതുമില്ലാതെ പ്രവാചക കാരുണ്യത്തിൽ പ്രവാചകന് കഴിക്കാൻ കിട്ടുന്നതിന്റെ ഒരു അംശം കൊടുത്ത് വളർത്തുന്ന, ഭൗതിക ലോകത്തിന്റെ ഒരു സുഖലോലുപതയും അനുഭവിക്കാത്ത, ഒരു സുഖങ്ങളിലേക്കും കടന്നു പോകാത്ത ഒരു പാവം മനുഷ്യൻ, ഒരു പാവം സഹാബി. അദ്ദേഹത്തോടാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നത്, ഈ ഭൂമി ലോകത്തിന്റെ ആസ്വാദനങ്ങളിൽ മറന്ന് തന്റെ നാഥനെ മറന്നുപോയവന് അവന്റെ നാഥനെ ഓർക്കാനും അവന്റെ കാരുണ്യത്തെ അർത്ഥിക്കാനും അവന്റെ സഹായം ചോദിച്ചു മേടിക്കാനും ആരെങ്കിലും ഇവിടെ നിന്ന് ആലോചിക്കുന്നുവെങ്കിൽ, തീരുമാനിക്കുന്നുവെങ്കിൽ അവൻ ഇവിടെ നിന്ന് ആലോചിച്ചു കൊള്ളട്ടെ, തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയുണ്ടായി.
സഹോദരങ്ങളെ, ഒരു വേള ഞാനും നിങ്ങളും ആലോചിക്കുക, ചിന്തിക്കുക. ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ, വിട പറഞ്ഞു പോകുമ്പോൾ, ഈ വിട പറയാനുള്ള ഈ 10 ദിവസങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെതാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്നാലും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹാനിർണയക രാത്രിയെ പ്രദാനം ചെയ്യുന്ന, പരിശുദ്ധ നോമ്പ് വിട പറഞ്ഞു മാറിപ്പോകുന്ന അതിശ്രേഷ്ഠമായ രാവുകളാണ്, സുദിനങ്ങളാണ് നമ്മളിൽ ഇപ്പോൾ സമാഗതമായിരിക്കുന്നത്. തുടക്കം ക്ഷീണമോ ആലസ്യമോ ചെറിയ ചെറിയ രോഗങ്ങളോ ഭയമോ അല്ലെങ്കിൽ നമ്മളുടേതായ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ നമ്മളെ പിറകോട്ടൊരല്പമെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, ചോദിക്കേണ്ട, അപേക്ഷിക്കേണ്ട, അർത്ഥിക്കേണ്ട സമയമാണ് ഈ കഴിഞ്ഞു കിടക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഈ മഹാരോഗകാലത്തും എടുത്തു പറയുന്ന, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ നാം ആവശ്യപ്പെടാതെ, ചോദിക്കാതെ കാരുണ്യവാനായ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്ന് നാം അറിയുക. സഹോദരങ്ങളെ, കൊറോണ ബാധിച്ച് വടക്കേ ഇന്ത്യയിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും മരണപ്പെടുന്നവരുടെ ചിത്രം ദയനീയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യം, എന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ആയിരങ്ങൾ ശ്വാസം കിട്ടാതെ ലോകമപ്പാടെ, ഇന്ത്യ മാത്രമല്ല ലോകമപ്പാടെ മരിച്ചു വീഴുന്ന, കരളലയിക്കുന്ന, കരാളമായ, ഹൃദയഭേദകമായ, വളരെ ദൈന്യതയേറിയ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ വരികയുണ്ടായി. മരിച്ചവരും, ശ്വാസം കിട്ടാതെ പിടയുന്നവരും, നെഞ്ചിൽ തല്ലി ആർത്തലയ്ക്കുന്നവരും, അവസാനം ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുന്നവരും. എന്നാൽ ഈ കൊറോണ എന്ന മഹാമാരി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ, പെട്ടെന്ന് കയറി പിടിക്കാൻ സാധ്യതയുള്ള, നമ്മളുടെ കൊച്ചുമക്കളെ ബാധിക്കുന്നതോ വളരെ കരളലിയിക്കുന്ന വിധത്തിൽ അവർ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നതോ ആയ ഇതുവരെ ഒരു രംഗം പോലും സോഷ്യൽ മീഡിയയിലോ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്തില്ല. ഇത് ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ, ആ മഹാശക്തിയുടെ, ഈ അഖിലാണ്ട മണ്ഡലത്തെ മുഴുവനും അണിയിച്ചൊരുക്കിയ പ്രപഞ്ചനാഥന്റെ വലിയ കാരുണ്യമാണ്, കരുതലാണ് എന്ന് നാം മനസ്സിലാക്കുക. നാം അറിയാതെ എത്ര നിയമത്തുകൾ, എത്ര അനുഗ്രഹങ്ങൾ, എത്ര കരുതലോടെ സ്വന്തം അടിമകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, നമ്മൾ വന്നുപോയ വീഴ്ചകൾ നമ്മളുടെ നാഥനോട് പറയുകയും നാം അർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ട സമയം ആണിത്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടുവാൻ മടിക്കണ്ട. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. സഹോദരങ്ങളെ, ചുരുങ്ങിയ ഏതാനും ദിവസങ്ങൾ, ഏതാനും ദിനരാത്രങ്ങൾ, ഈ പരിശുദ്ധമായ നോമ്പിലെ ഏറ്റവും പുണ്യമേറിയ രാവുകൾ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ. ആ രാത്രികളിൽ നമ്മളുടെ നാഥനോട് കൂടുതൽ ചോദിക്കാൻ, കൂടുതൽ മേടിക്കാൻ, കൂടുതൽ അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ എല്ലാവരുടെയും രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ
നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മളുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാർ, അള്ളാഹു ഏവരുടെയും ഖബറിടങ്ങളെ പ്രവിശാലമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നാളെ ഇൻഷാ അള്ളാഹ് ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടാം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിൽ ആരാധന, നിത്യ നമസ്കാരം.